إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ألم تر إلى الذين يزكون أنفسهم بل الله يزكي من يشاء والله لا يظلمون فتيلا സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ആത്മാർത്ഥതയും ആത്മവിശുദ്ധിയുമൊക്കെ സമൂഹത്തിൽ നിന്ന് പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ ആരാധനാകർമ്മങ്ങളിൽ മുഴുകുന്നവരും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും പോലും എല്ലാം യാന്ത്രികമായി ചെയ്തു തീർക്കുന്ന ഒരു അവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും ഒന്നും ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകരുന്നതിനു പകരം ചുണ്ടുകളിൽ നിന്ന് കാതുകളിലേക്ക് മാത്രം എത്തുന്ന അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനകളും ഖുർആനിക വചനങ്ങളും പ്രവാചകന്റെ അധ്യാപനങ്ങളും ഒന്നും മനസ്സിൽ തട്ടാതെ പോകുന്നുണ്ടോ എന്ന് തീർത്തും നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ചെയ്യുന്നതെന്തും പേരിനും പ്രശസ്തിക്കുമായി മാറുന്ന ഒരു ദുരവസ്ഥ. നമ്മുടെ മനസ്സുകളിൽ ചില രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ശരീരത്തിന് രോഗം ബാധിക്കുന്നതുപോലെ മനസ്സുകൾക്കും രോഗങ്ങൾ ബാധിക്കും. ശരീരത്തിന് ബാധിക്കുന്ന രോഗങ്ങളിൽ ചിലത് നിസാരമായതും ചിലത് ഗുരുതരമായതുമായിരിക്കുന്നതുപോലെ തന്നെ മനസ്സുകളെ ബാധിക്കുന്ന രോഗങ്ങളിലും ചിലത് നിസാരമാണെങ്കിൽ ചിലത് മാരകമായ രോഗങ്ങളായിരിക്കും. ആ കൂട്ടത്തിൽ മനുഷ്യനെ ബാധിക്കുന്ന മാരകമായ ഒരു മാനസിക രോഗമാണ് അൽ ഉജ്ബ്, അഥവാ താൻ തരക്കേടില്ല എന്ന തോന്നൽ. എന്താണ് ഈ ഒരു ദുരവസ്ഥക്ക് കാരണമെന്നും അതുണ്ടായാലുണ്ടാകുന്ന അപകടങ്ങൾ എന്തെല്ലാമാണ് എന്നും അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് എന്നുമൊക്കെ നിർബന്ധമായും നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഉജ്ബ് എന്ന വാക്കിന്റെ അർത്ഥം സ്വയം മതിപ്പ് തോന്നൽ എന്നാണ്. പണ്ഡിതന്മാർ അതിന് നിർവചനമായി പറഞ്ഞത് ഹുവ ഇസ്തിഅ്ലാമു നിഅമത്ത് വറുകൂനു ഇലൈഹ, തനിക്ക് കിട്ടിയ ഏതെങ്കിലും ഒരു അനുഗ്രഹത്തിന് വലുതായി തോന്നുകയും അതിൽ മനസ്സ് സമാധാനമടയുകയും മഅനിസ്യാനി ഇളാഫത്തിഹാ ഇലൽ മുൻഇമി അസ്സ വജൽ, അത് നൽകിയ അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള സംസാരങ്ങൾ നിർവഹിക്കുകയും ചെയ്യലാണ് ഉജ്ബ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, ഞാൻ നല്ല ഒരു പ്രഭാഷകനാണ്, എനിക്ക് നന്നായി പാടാനറിയും, എൻ്റെ ഖുർആൻ പാരായണം എല്ലാവർക്കും ഇഷ്ടമാണ്,
ഞാൻ അവിടെ ഇടപെട്ടതുകൊണ്ടാണ് അതൊക്കെ നടന്നത്, ഞാൻ അവിടെ ചെന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ആകെ പ്രശ്നമാകുമായിരുന്നു. ഇങ്ങനെയുള്ള സംസാരങ്ങൾ ധാരാളമായി വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, തന്നെപ്പറ്റി തന്നെ ഇങ്ങനെ ചിന്തിക്കുകയും താൻ ധാരാളം പ്രത്യേകതകളുള്ളവനാണ് എന്ന അഹങ്കാരവും താൻ പോരിമയുമൊക്കെ ഈ ഗണത്തിലാണ് ഉൾപ്പെടുക എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. സമ്പത്ത്, സൗന്ദര്യം, സ്ഥാനമാനങ്ങൾ ഇതെല്ലാം ഇതിന് കാരണമാകുമെങ്കിലും വിശ്വാസികളെ പ്രധാനമായും ഇത് ബാധിക്കുക 3 തലങ്ങളിലാണ് എന്നാണ്. 1 അൽ ഇൽമു, 2 അൽ അമലു, 3 അദ്ദഅവത്തു. നന്നായി അറിവുള്ള മനുഷ്യർക്ക്, കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവർക്ക്, ദഅവാ രംഗത്ത് നിലനിൽക്കുന്നവർക്ക്, ഈ 3 വിഭാഗങ്ങൾക്കാണ് വിശ്വാസികൾക്കിടയിൽ ഈ ചിന്ത കടന്നു വരിക എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ശക്തമായ ഭാഷയിൽ നിഷേധിച്ചിട്ടുള്ള, നിരോധിച്ചിട്ടുള്ള, എതിർത്തിട്ടുള്ള ഒരു കാര്യമാണ് തന്നെ പുകഴ്ത്തി പറയുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 53-ാം അധ്യായം സൂറത്തുൻ നജ്മിന്റെ 32-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചു, ഫലാ തുസക്കൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ പൊക്കി പറയരുത്, പുകഴ്ത്തി പറയരുത്. ഞാൻ നല്ലവനാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് തന്നെ സ്വയം ഉണ്ടാകരുത്. കാരണം ഹുവ അഅലമു ബിമനിത്തഖാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും തഖ്വയുള്ളവൻ, മനസ്സ് ശുദ്ധീകരിച്ചവൻ, ആർക്കാണ് കഴിവുള്ളവൻ എന്ന് അറിയുന്നവൻ അള്ളയാണ്. ആ കഴിവ് നൽകുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് അവനെ മറന്നുകൊണ്ടുള്ള സംസാരം നിങ്ങൾ ഉണ്ടാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, സ്വയം പരിശുദ്ധരാണെന്ന് അവകാശപ്പെടുന്ന ഈ രീതി തികച്ചും തെറ്റാണ് എന്ന് പറയുന്ന ധാരാളം അധ്യാപനങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 49-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ച ആയത്താണ് ഖുതുബയുടെ തുടക്കത്തിൽ ഓതിവെച്ചത്. ആ ആയത്തിലൂടെ അല്ലാഹു പറയുകയാണ്, അലം തറ ഇലല്ലദീന യുസക്കൂന അൻഫുസഹും, സ്വന്തത്തെ തന്നെ പൊക്കിപ്പുകഴ്ത്തി പറയുന്നവരെ നീ കണ്ടില്ലേ പ്രവാചകരെ? അല്ലാഹു ചോദിക്കാണ്, ചില മനുഷ്യരെ നിങ്ങൾ കാണുന്നില്ലേ? അവരുടെ പ്രത്യേകത അല്ലദീന യുസക്കൂന അൻഫുസഹും, അവർ ആത്മപ്രശംസ നടത്തുന്ന ആളുകളാണ്. അവരെ തന്നെ പുകഴ്ത്തി പറയുന്ന, പൊക്കിപ്പറയുന്ന, ഉയർത്തിപ്പറയുന്ന ആളുകളാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ബലില്ലാഹു യുസക്കീ മയ്യശാ, യഥാർത്ഥത്തിൽ അല്ലാഹുവാണ് മനുഷ്യരെ പരിശുദ്ധരാക്കുന്നത്. ആരാണ് നല്ലവർ, ആരാണ് മോശക്കാർ ഒക്കെ തീരുമാനിക്കുന്നത് അല്ലാഹുവാണ്. കൃത്യമായി അറിയുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ താഴ്ന്നു കാണുകയും താൻ ഉയർന്നവനാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ചിന്ത നിങ്ങളിൽ ഉണ്ടാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു ചിന്ത ഏതെങ്കിലും ഒരു രംഗത്ത് നമുക്ക് കടന്നു വന്നാൽ, അത് നമ്മുടെ കച്ചവട രംഗത്തോ, നമ്മുടെ പ്രഭാഷണ രംഗത്തോ, നമ്മുടെ പ്രബോധന രംഗത്തോ, നമ്മുടെ ഇബാദത്തിന്റെ വിഷയത്തിലോ, നമ്മൾ നേടിയ അറിവിന്റെ കാര്യത്തിലോ, ഏതെങ്കിലും ഒരു ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഈ ചിന്ത നമുക്ക് കടന്നു വന്നാൽ മനുഷ്യനെ അത് നശിപ്പിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഹുനൈൻ യുദ്ധം നടന്ന സന്ദർഭം മറ്റു യുദ്ധങ്ങളെ അപേക്ഷിച്ച് വിശ്വാസികൾക്ക് കൂടുതൽ എണ്ണം കൊണ്ടും വണ്ണം കൊണ്ടും ശക്തി പ്രാപിച്ച ഒരു സമയമായിരുന്നു അത്. അതിൽ ചിലരൊക്കെ അഭിമാനം കൊള്ളാൻ തുടങ്ങി. ഇനി നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് പോലും ശത്രുക്കൾക്കെതിരെ വീരവാദം മുഴക്കിക്കൊണ്ട് സ്വഹാബികളിൽ ചിലർ വിശ്വസിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പേരിൽ അവരെ പരീക്ഷിക്കുകയും ആ യുദ്ധത്തിൽ നിന്ന് ആദ്യഘട്ടത്തിൽ തിരിഞ്ഞോടേണ്ടി വരുന്ന അവസ്ഥ പോലും അവർക്കുണ്ടായി എന്നാണ്. പിന്നീട് അല്ലാഹു വിശ്വാസികൾക്ക് വിജയം കൊടുത്തുവെങ്കിലും ആദ്യഘട്ടത്തിൽ പരീക്ഷിക്കപ്പെട്ടത് ഉജ്ബ് കൊണ്ടാണ്. ഞങ്ങൾ തരക്കേടില്ല, ഞങ്ങളിപ്പോൾ ശക്തന്മാരാണ്, ഞങ്ങൾ മല്ലന്മാരാണ്, ഞങ്ങൾ കൂടുതൽ ആളുകളുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 25-ാമത്തെ ആയത്തിൽ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ലഖദ് നസറക്കുമുല്ലാഹു ഫീ മവാതിന കസീറ, ധാരാളം സന്ദർഭങ്ങളിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വയൗമ ഹുനൈൻ, ഹുനൈൻ യുദ്ധ ദിവസവും അല്ലാഹു നിങ്ങളെ സഹായിച്ചു. ആ ദിവസം ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇത് അഅജബതുക്കും കസറതുക്കും, നിങ്ങൾ കുറേയുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ ഉജ്ബ് തോന്നിയ, ഞങ്ങൾ തരക്കടില്ല എന്ന് തോന്നിയ ഒരു സമയമായിരുന്നു അത്. ഫലം തുഗ്നി അൻകും ഷൈആ, പക്ഷേ ആ തോന്നൽ കൊണ്ടൊന്നും നിങ്ങൾക്കൊരു ഉപകാരവും ഉണ്ടായില്ല. ഞങ്ങൾ വലിയവരാണ്, ഞങ്ങൾ നല്ലവരാണ് എന്ന് തോന്നിയിട്ട് അത് നിങ്ങൾക്ക് ഉപകാരം ചെയ്തില്ല. വലാഖത്ത് അലൈക്കുമുൽ അർളു ബിമാ റഹബത്ത്, വിശാലമായ ഭൂമി
ഓടാൻ സ്ഥലമില്ലാത്ത വിധം ഇടുങ്ങിയതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് ഹുനൈൻ യുദ്ധ സമയത്ത് നിങ്ങൾ ഓർക്കുന്നില്ലേ? സുമ്മ വല്ലൈതും മുദ്ബിരീൻ, നിങ്ങൾ പേടിച്ചോടിയത് നിങ്ങൾ മറന്നുപോയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ഒരു തിന്മയാണ് മുൻഗാമികളായ പല ആളുകളെയും നശിപ്പിച്ചത് എന്ന് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച പ്രത്യേകം ഓതാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള അൽ കഹ്ഫ് സൂറ നാം പാരായണം ചെയ്തപ്പോൾ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 തോട്ടക്കാരെ കുറിച്ച് പഠിപ്പിച്ചു തന്നപ്പോൾ അതിലെന്താണ് ഉണ്ടായത്? എന്റെ തോട്ടം ഒരിക്കലും നശിക്കില്ലെന്നും ഇത് നശിച്ചാൽ തന്നെയും ഇതിലേറെ നല്ലത് എനിക്ക് കിട്ടുമെന്നും അഹങ്കരിച്ച ഉജബ് തോന്നിയ മനുഷ്യൻ അതെല്ലാം നശിച്ച് ആകെ പ്രയാസപ്പെട്ട അവസ്ഥ വിശുദ്ധ ഖുർആൻ അനാവരണം ചെയ്തത് സഹോദരങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ബൈനമാ റജുലു യംശി ഖദ് അജബതുഹു ജുമ്മതുഹു വബുർദാഹു. ഒരാൾ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അയാൾ ധരിച്ച ജുബ്ബ അയാൾക്ക് ഭംഗിയുള്ളതായി തോന്നി. ആളുകൾ എന്നെ നോക്കുന്നുണ്ടാകും എന്ന നിലയ്ക്ക് അതിന്റെ കയ്യിലേക്കും അതിന്റെ കെഫിലേക്കും അതിന്റെ കോളറിലേക്കുമൊക്കെ സ്വയം നോക്കിക്കൊണ്ട് വലിയ ഉജുബോടുകൂടി താൻ പോരിമയോടുകൂടി ആ മനുഷ്യനിങ്ങനെ നടന്നു പോവുകയായിരുന്നു. റസൂലുള്ളാഹി പറയുകയാണ്, ഇത് ഖുസിഫ ബിഹിൽ അർദ്, പെട്ടെന്ന് ഭൂമി പിളർന്ന് ആ മനുഷ്യൻ അതിലേക്ക് ആഴ്ത്തപ്പെട്ടു. ഫഹുവ യതജൽജലു ഫിൽ അർളി ഹത്താ തഖൂമ അസ്സാഅ, അന്ത്യനാൾ വരുന്നതുവരെ ഭൂമിയിൽ ആ മനുഷ്യൻ എരിപിരി കൊള്ളും, ഇളകി മറിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രസ്തുത ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ പറഞ്ഞു, ഞാൻ വലിയവനാണ് എന്ന് തോന്നിയ മനുഷ്യന് താൻ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കാൻ അന്ത്യനാൾ വരെ അല്ലാഹു ഭൂമിയിൽ കിടന്ന് മറിയാൻ അവസരം കൊടുക്കും, വേദനിപ്പിക്കും എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനെ നശിപ്പിക്കുന്ന 3 കാര്യങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ അതിൽ ഒന്ന് താൻ തരക്കേടില്ല എന്ന തോന്നലാണ്. അവിടുന്ന് പറഞ്ഞു, സലാസുൻ മുഹ്ലികാത്തുൻ, സലാസുൻ മുഹ്ലികാത്തുൻ, മനുഷ്യരെ നിങ്ങളെ നശിപ്പിച്ചു കളയുന്ന, നിങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ശുഹ്ഉൻ മുതാഉൻ, അനുസരിച്ചു പോകുന്ന പിശുക്കാണ്. പിശുക്കൊക്കെ ഏതു മനുഷ്യന്റെ മുന്നിലും ഉണ്ടാകും. പക്ഷേ അതിനനുസരിച്ച് ഒന്നും ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന മനുഷ്യൻ നശിച്ചു പോകും. രണ്ടാമതായി പറഞ്ഞു വഹവൻ മുത്തബഉൻ, പിൻപറ്റപ്പെടുന്ന ദേഹേച്ഛ, പല ആഗ്രഹങ്ങളും ഇച്ഛകളും മനുഷ്യന്റെ മനസ്സിൽ സ്വാഭാവികമായും വരും. പക്ഷേ അതിനെ പിൻപറ്റിയാൽ, അതിന്റെ പിന്നാലെ പോയാൽ മനുഷ്യൻ നശിച്ചു പോകും. മൂന്നാമതായി റസൂലുള്ളാഹി പറഞ്ഞു വഇജാബുൽ മർഇ ബിനഫ്സിഹി, ഒരാൾക്ക് താൻ തരക്കേടില്ല എന്ന തോന്നൽ, ഞാൻ വലിയവനാണ് എന്ന തോന്നൽ, എന്നെ കൊണ്ടാണ് ഇതൊക്കെ നടന്നു പോകുന്നത്, ഈ കുടുംബം പോറ്റുന്നത് ഞാനാണ്, ഈ സ്ഥാപനം കൊണ്ടു നടക്കുന്നത് ഞാനാണ് എന്നിങ്ങനെയുള്ള ഓരോ രംഗത്തുമുള്ള ആളുകൾക്ക് മനസ്സിൽ തോന്നൽ നശിപ്പിക്കുന്ന ഘടകമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഹലാകു ഫീ ഷൈഇനി, 2 വിഷയത്തിൽ നാശമുണ്ട്. ഒന്ന് അൽ ഉജ്ബു, താൻ വലിയവനാണ് എന്ന തോന്നൽ. 2 വൽ ഖനൂതു, എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന നിരാശ. രണ്ടും പാടില്ല. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള കഴിവുകളിൽ നമുക്കൊരു വിശ്വാസം വേണം, അതിന് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതോടൊപ്പം ഇതൊക്കെ റബ്ബിന്റെ തീരുമാനമാണ് എന്ന നിലക്ക് അമിതമായ ആഹ്ലാദമില്ലാതെ, താൻ പോരിമയില്ലാതെ, അഹങ്കാരമില്ലാതെ പിടിച്ചു നിൽക്കണമെന്നാണ് ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരിക്കൽ മഹാനായ ഹസനുൽ ബസ്വരി റഹിമഹുല്ലാ ചോദിക്കപ്പെടുകയുണ്ടായി, ഖീല ലിൽ ഹസനുൽ ബസ്വരി മൻ ശർറുൻ നാസ്, മനുഷ്യരിൽ ഏറ്റവും മോശം ആളുകൾ ആരാണ്? ഒരു 10 ആളുകളെ എടുത്താൽ ആ 10 പേരിൽ ഏറ്റവും മോശം ആരാണ്? ഒരു സ്ഥാപനം എടുത്താൽ ആ സ്ഥാപനത്തിൽ ഏറ്റവും മോശം ആൾ ആരാണ്? ഇങ്ങനെ തുടങ്ങി ഒരു കൂട്ടം ആളുകൾ എടുത്താൽ അതിൽ ഏറ്റവും മോശം ആരാണ്? ഹസനുൽ ബസ്വരി റഹിമഹുല്ലാ പറഞ്ഞു, മൻ യറാ അന്നഹു അഫ്ളലുഹും, ഞാനാണ് അവരിൽ ഏറ്റവും നല്ലവൻ എന്ന് ആ കൂട്ടത്തിൽ ആർക്കാണോ തോന്നുന്നത് അവനാണ് ഏറ്റവും മോശം. ഈ 10 പേരിൽ ഞാനാണ് ഏറ്റവും അറിവുള്ളവൻ, ഈ 50 പേരിൽ ഞാനാണ് ഏറ്റവും ഭംഗിയുള്ളവൻ, ഈ കൂട്ടത്തിൽ ഞാനാണ് സംസാരിക്കാൻ കഴിവുള്ളവൻ, ഈ കൂട്ടത്തിൽ എന്റെ ഖിറാഅത്താണ് ഏറ്റവും നല്ലത്, ഈ കൂട്ടത്തിൽ എന്റെ ജോലിയാണ് ഏറ്റവും ഉഷാറ് എന്ന് ഒരാൾക്ക് തോന്നിയാൽ അവനാണ് ഏറ്റവും മോശം എന്ന് മഹാനായ ഹസനുൽ ബസ്വരി റഹിമഹുല്ലാ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് എത്ര വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചാലും അത് റബ്ബിന്റെ തൗഫീഖാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിനയമുള്ളവരാകാൻ, താഴ്മയുള്ളവരാകാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു തിന്മയും ചെയ്യാത്ത അവസ്ഥ നമുക്കുണ്ടായാൽ പോലും
തിന്മ ചെയ്യാത്തവനാണല്ലോ എന്ന ഉജുബ് വരുമോ എന്ന് പേടിക്കണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൗ ലം തകൂനു തുദ്നിബൂൻ, വിശ്വാസികളെ, നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്തവരായാൽ പോലും, നിങ്ങൾക്കൊരു തെറ്റും ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചാൽ പോലും, ലഖിഫ്തു അലൈക്കും, നിങ്ങളിൽ എനിക്കൊരു പേടിയുണ്ട്, മാഹു അക്ബറു മിൻ ദാലിക, ഒരു തെറ്റും ചെയ്യാതിരിക്കുന്നതിനേക്കാളും എനിക്ക് നിങ്ങളിൽ വേറെ ഒരു പേടിയുണ്ട്, അൽ ഉജുബുൽ ഉജുബു, ഞാനൊരു തെറ്റ് ചെയ്യാത്തവനാണല്ലോ എന്ന ചിന്ത മനസ്സിൽ വന്നിട്ട് പിശാച് നിങ്ങളെ കീഴടക്കിയിട്ട് ആ ഒരു അഹങ്കാരം, ആ ഒരു ഉജുബ് നിങ്ങളെ നരകത്തിൽ കൊണ്ടെത്തിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സലഫുകൾ ഈ വിഷയത്തെ വല്ലാതെ പേടിച്ചു. സലഫുകൾ പറയുകയാണ്, ലിഅൻ അബീത നായിമൻ വഉസ്ബിഹ നാദിമാ, തഹജ്ജുദ് നമസ്കരിക്കുന്ന ഞാൻ ഒരു ദിവസം അറിയാതെ ഉറങ്ങിപ്പോവുകയും എന്നിട്ട് നേരം വെളുത്തപ്പോൾ ആ ഉറങ്ങിപ്പോയതിൽ എനിക്ക് ഖേദം തോന്നുകയും ചെയ്താൽ അതാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടം, മിൻ അൻ അബീത ഖായിമൻ വഉസ്ബിഹ മുഅജിബ, രാത്രി മുഴുവൻ നമസ്കരിച്ചിട്ട് ഞാൻ രാത്രി മുഴുവൻ നമസ്കരിച്ചവനാണ് എന്നൊരു തോന്നലുണ്ടാകുന്നതിനേക്കാളും എനിക്കിഷ്ടം രാത്രി നമസ്കാരം പോയിട്ട് അതിൽ ഖേദമുണ്ടാകലാണ്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, ഒരു നന്മ ചെയ്തിട്ട് ഞാൻ വലിയ നന്മ ചെയ്ത ആളാണ് എന്ന തോന്നലിലേറെ നല്ലത് ആ നന്മ ചെയ്യാതിരുന്നിട്ട് അതിലൊരു ഖേദം തോന്നലാണ്, ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമമുണ്ടാകലാണ് എന്ന് പോലും മഹാന്മാരായ മുൻഗാമികൾ സലഫുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നത് ഗൗരവപൂർവം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇതിനൊരു പ്രധാന കാരണം സഹപ്രവർത്തകരായിരിക്കും, കൂടെയുള്ള ആളുകളായിരിക്കും, ഞാനും നിങ്ങളുമായിരിക്കും. നമ്മുടെ വാക്കുകൾ അമിതമായ പ്രശംസയ്ക്ക് കാരണമായാൽ നമ്മുടെ സഹോദരനെ നശിപ്പിക്കലാണത്. നോക്കൂ നിങ്ങൾ, ഒരു സംഭവം, ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സന്ദർഭം. ഉമ്മുൽ അലാ എന്ന് പറയുന്ന ആ അയൽവാസി സ്ത്രീ അവരെ കുറിച്ച് പറഞ്ഞു, ഫഖുൽതു റഹ്മത്തുള്ളാഹി അലൈക അബസ്സായിബ് ഫശഹാദതി അലൈക ലഖദ് അക്രമക്കല്ലാഹ്, നിങ്ങളൊക്കെ ഒരു ഷഹീദിന്റെ മരണമാണ് മരിച്ചിട്ടുള്ളത്, അള്ളാഹു നിങ്ങൾ ആദരിക്കട്ടെ, അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ, ഇത് നല്ലൊരു മരണമാണ് എന്ന് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു മരിച്ച സമയത്ത് ഉമ്മുൽ അലാ എന്ന് പറയുന്ന സ്വഹാബി വനിത പറയുന്നത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. റസൂലുള്ള വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, വമാ യുദ്രീക അന്നല്ലാഹ ഖദ് അക്രമഹു, നിനക്കെങ്ങനെയാണ് മനസ്സിലായത് അള്ളാഹു ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് എന്ന്? ഫഖുൽതു, സഹോദരി, എനിക്ക് നിന്നോട് പറയാനുള്ളത്, റസൂലുള്ള പറയുകയാണ്, ബിഅബി വഅൻത ഉമ്മി യാ റസൂലല്ലാഹ്. അവർ പറഞ്ഞു, റസൂലേ, എന്റെ ഉപ്പയെയും ഉമ്മയെയും നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅർജു ലഹുൽ ഖൈർ, ഇദ്ദേഹത്തിന് നന്മയായും വരിക എന്ന് എനിക്ക് വിശ്വാസമുണ്ട്, ഇദ്ദേഹത്തിന് നന്മ ലഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാലും വല്ലാഹി മാ അദിരി, പടച്ചോനാണേ സത്യം, എനിക്കറിയില്ല. വഅന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനായിട്ട് പോലും മാ യുഫ്അലു ബി, പരലോകത്ത് അല്ലാഹ് എന്നെ എന്താ ചെയ്യാ എനിക്കറിയില്ല. സഹോദരങ്ങളെ, റസൂലുള്ള പോലും പറയാണ്, വല്ലാതെ പുകഴ്ത്തണ്ട, വല്ലാതെ പൊക്കി പറയണ്ട, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, പക്ഷേ പരലോകത്ത് ചെല്ലുമ്പോ എന്നെ റബ്ബ് എന്ത് ചെയ്യും എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഫവല്ലാഹി ലാ ഉസക്കി അഹദൻ ബഅദഹു അബദാ, അതിനുശേഷം ഞാൻ ഒരാളെയും പുകഴ്ത്തി പറയാൻ പോയിട്ടില്ല, ഒരാളെയും പൊക്കി പറയാൻ പോയിട്ടില്ല എന്ന് ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ പറയുകയാണ്. സഹോദരങ്ങളെ, മുൻഗാമികൾ ഇതൊക്കെ വല്ലാതെ പേടിച്ചു എന്നാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തി മറ്റൊരാളെ വല്ലാതെ പുകഴ്ത്തി പറയുന്നത് കേട്ടു. മദഹ റജുലുൻ റജുലാ, ഒരാൾ മറ്റൊരാളെ പ്രശംസിച്ചുകൊണ്ട് പുകഴ്ത്തി പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. പ്രവാചകൻ പറഞ്ഞു, വൈഹക് ഖതഅത ഉൻക സ്വഹിബിക ഖതഅത ഉൻക സ്വഹിബിക മിറാറൻ, റസൂലുള്ള പറയാണ്, നീ നിന്റെ കൂട്ടുകാരന്റെ പെരടി വെട്ടി, നീ നിന്റെ കൂട്ടുകാരന്റെ വളർച്ചയെ മുരടിപ്പിച്ചു, നീ അവനെ നശിപ്പിച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ഒരാളെക്കുറിച്ച് നല്ലത് പറയേണ്ട ഒരു ഘട്ടം വന്നാൽ പോലും നിങ്ങൾ പറയേണ്ടത് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അഹ്സിബുഹു ഫുലാന, ഞാൻ അങ്ങനെയാ മനസ്സിലാക്കുന്നത്, എന്റെ തോന്നൽ അങ്ങനെയാണ്, അല്ലാഹുവാണ്, വല്ലാഹു ഹസീബുഹു, യഥാർത്ഥത്തിൽ അറിയുന്നവൻ അള്ളയാണ്, വലാ ഉസക്കി അലല്ലാഹി അഹദ, അല്ല പറയുന്നതിനേക്കാളും ഒരാളെയും ഞാൻ പ്രശംസിക്കുന്നില്ല എന്നുകൂടി പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഹദീസിൽ നീ നിന്റെ സഹോദരന്റെ പിരടി വെട്ടി എന്ന് പറയാനുള്ള കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാൾക്ക് നല്ല നല്ല ഗുണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അയാളോട് തന്നെ പറഞ്ഞ് ഉഷാറായിട്ടുണ്ട് എന്ന് ആവശ്യമില്ലാതെ അങ്ങനെ പൊക്കി പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അയാൾ വളരുകയില്ല.
ഉയരുകയില്ല. കാരണം ഞാൻ ഉയർന്നവനാണ്, ഞാൻ വളർന്നവനാണ്, ഞാൻ തികഞ്ഞവനാണ്, എല്ലാവർക്കും എന്നെ ഇഷ്ടമായിട്ടുണ്ട്, ഇനി എനിക്കൊന്നും നോക്കാനില്ല, പഠിക്കാനില്ല, പറയാനില്ല, ചെയ്യാനില്ല എന്ന തോന്നൽ അയാൾക്ക് വരികയും അയാളുടെ വളർച്ചയെ അത് മുരടിപ്പിക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. സഹോദരങ്ങളെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു അദ്ദേഹം? എനിക്ക് ശേഷം ഇനിയൊരു പ്രവാചകൻ വരുമെങ്കിൽ ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമറു നബിയ്യ, ഇനിയൊരു പ്രവാചകൻ വരുമെങ്കിൽ ഉമർ പ്രവാചകനായി വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഹാദത്ത് നൽകിയ ഉമർ റളിയല്ലാഹു അൻഹു. ഉമറേ, അങ്ങൊരു വഴിയിൽ ഇറങ്ങി പുറപ്പെട്ടാൽ ആ വഴിയിൽ നിന്ന് പിശാച് മാറിപ്പോകും, അത്രയും ഈമാനിന്റെ ഇഖ്ലാസിന്റെ നിറകുടമാണ് താങ്കളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരൊക്കെയാണ് മുനാഫിഖുകൾ എന്ന് പേര് സഹിതം എണ്ണി പഠിപ്പിച്ചു കൊടുത്തിരുന്നു. എത്രത്തോളം? മരിച്ചാൽ മയ്യത്ത് നമസ്കരിക്കാൻ പറ്റാത്ത നിഫാഖിന്റെ അക്ബർ, ഏറ്റവും വലിയ നിഫാഖിന്റെ ഉടമകൾ ആരാണ് എന്ന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അദ്ദേഹത്തോട് ചെന്നിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, നശത്തുക ബില്ലാഹി യാ ഹുദൈഫ, അല്ലാഹുവിനെ സാക്ഷി നിർത്തി ഹുദൈഫ, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഹൽ സമ്മാനി ലക റസൂലുള്ളാഹ് ഫിൽ മുനാഫിഖീൻ, റസൂലുള്ളാഹ് മുനാഫിഖുകളുടെ പേരുകൾ എണ്ണി പഠിപ്പിച്ചപ്പോൾ എന്റെ പേരും അതിലുണ്ടോ? എന്റെ പേരും അതിലുണ്ടോ ഹുദൈഫ? റസൂലുള്ളാഹ് മുനാഫിഖുകളുടെ പേരുകൾ പറഞ്ഞപ്പോ എന്റെ പേരാണോ ഒന്ന് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ, താങ്കളുടെ പേരിൽ അതിലില്ല, വല ഉസക്കി ബഅദക അഹദ, ഇനി ഒരാളെ കുറിച്ചും എന്നോട് ചോദിക്കും വേണ്ട, താങ്കളുടെ പേരില്ല, ഒരാളെ കുറിച്ചും ഇനി എന്നോട് ചോദിക്കുകയും വേണ്ട എന്ന് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, നാം എത്ര വളർന്നാലും നാം എത്ര ഉയർന്നാലും അതിനനുസരിച്ച് താഴ്മയുള്ളവരാവുകയും അതൊക്കെ സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ആ നന്മകളൊക്കെ നിലനിർത്താനുള്ള മനസ്സ് കിട്ടാൻ റബ്ബിനോട് തേടുകയും നമ്മളിൽ തിന്മ വരാതിരിക്കാൻ പരമാവധി സൂക്ഷിക്കുകയും ചെയ്യുക എന്നല്ലാതെ ഒരു വലിയൊരു ഉജ്ബ്, ഞാൻ തരക്കേടില്ല എന്നൊരു തോന്നൽ നമ്മളിലേക്ക് ഒരിക്കലും വരരുതേ. അല്ലാഹു അതിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. വിശ്വാസികളിൽ പോലും കടന്നുവരാൻ സാധ്യതയുള്ള മനുഷ്യനെ നശിപ്പിക്കുന്ന, മനസ്സിനെ മലിനമാക്കുന്ന, ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ സമ്മാനിക്കുന്ന ദുസ്വഭാവമാണ് ഉജ്ബ് അഥവാ സ്വയം മതിപ്പ് തോന്നൽ എന്ന കാര്യമാണ് നാം മനസ്സിലാക്കിയത്. ധാരാളം അറിവുള്ളവർ എനിക്ക് ഇത്രയും പഠിച്ചിട്ടും പലതും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ച് ഇൽമിന്റെ വിഷയത്തിൽ വരുന്ന ഉജ്ബിനെ ചികിത്സിക്കണമെന്നാണ്. ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നവർ ഞാൻ ഇനിയും കുറെ പഠിക്കാനുണ്ടല്ലോ, എനിക്ക് ഇൽമു കുറവാണല്ലോ എന്ന് ചിന്തിച്ച് ഇബാദത്തുകളിൽ വരുന്ന ഉജ്ബിനെ ചികിത്സിക്കണമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. ദഅവാ രംഗത്തുള്ളവർ ഞാൻ ചെയ്തതുകൊണ്ട്, ഞാൻ പ്രവർത്തിച്ചതുകൊണ്ട് എന്ന് ചിന്തിക്കുന്നതിനു പകരം എനിക്ക് പലതും പഠിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ, എന്റെ ഈ പ്രവർത്തനം കൊണ്ട് എനിക്ക് പല ഇബാദത്തുകളും നഷ്ടപ്പെട്ടല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് പ്രവർത്തന രംഗത്ത് വരുന്ന ഉജ്ബിനെ, സ്വയം മതിപ്പ് തോന്നലിനെ ചികിത്സിക്കണമെന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനും ഗുണകാംക്ഷിയുമായ ഒരു പ്രബോധകരും സമർത്ഥനായ ഒരു അധ്യാപകനുമായിരുന്നു. തന്നോട് മതവിധികൾ ചോദിച്ചു വരുന്ന ആളുകൾക്ക് അവരുടെ അറിവും കഴിവും പക്വതയും പ്രായവും സാഹചര്യവും സന്ദർഭവും മനസ്സിലാക്കിക്കൊണ്ട് ഉപദേശിക്കുക എന്നത്, കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയായിരുന്നു, പതിവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂട്ടത്തിൽ ഒരു സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. ത്വാരിഖ് ഇബ്നു അശ്യം അൽ അശ്ജഈ റളിയല്ലാഹു അൻഹു, ത്വാരിഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, കൈഫ അഖൂലു ഹീന അസ്അലു റബ്ബി, എന്റെ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് പ്രധാനമായും ചോദിക്കേണ്ടത്? എന്റെ പ്രാർത്ഥനയിൽ പ്രധാനമായും വരേണ്ട വാചകം എന്താണ് പ്രവാചകരെ? ഖാല,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ, നീ പറയണം, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി വജമഅ അസാബിഹുൽ അർബഅ. റസൂലുള്ളാഹി 4 വിരലുകൾ ചേർത്ത് വെച്ചു, ഇല്ലൽ ഇബ്ഹാം, പെരുവിരൽ ഒഴികെ. ഫഇന്നഹാ ഉലായി യജ്മഅന ലക ദുനിയാക വദീനക. ഇത് 4 ഉണ്ടെങ്കിൽ നിനക്ക് ദീനും ദുനിയാവും കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാം ധാരാളമായി നിരന്തരമായി എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ പാപങ്ങൾ പുറത്തു തരണേ, പാപികളാണ് ഞങ്ങൾ, തെറ്റുകൾ സംഭവിച്ചവരാണ് ഞങ്ങൾ, അബദ്ധങ്ങളിൽ വീണവരാണ് ഞങ്ങൾ, പുറത്തു തരണേ അല്ലാഹ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സന്ദർഭത്തിൽ പ്രാർത്ഥിച്ച, അല്ലാഹുവേ നീ പുറത്തു തന്നില്ലെങ്കിൽ, നീ കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും എന്ന് പറഞ്ഞ ആ ഒരു വാചകം നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ പുറത്തു തരണേ. വർഹംനി, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ. അല്ലാഹുവിന്റെ കാരുണ്യമില്ലാതെ ഒരല്പസമയത്തേക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ സഹോദരങ്ങളെ നമുക്ക്? അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുവേ നിന്റെ കാരുണ്യമാണ് എന്റെ പ്രതീക്ഷ. ഫലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന സമയത്തേക്ക് പോലും എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ലേ, എന്നെ കൈവിടല്ലേ, നിന്റെ കാരുണ്യത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തല്ലേ. വഅസ്ലിഹ് ലി ശഅനി കുല്ലഹ്, എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നാക്കി തരണേ എന്ന പ്രാർത്ഥന ഇസ്ലാം പഠിപ്പിച്ചു. അതുകൊണ്ട് രണ്ടാമത്തേത് വർഹംനി, അല്ലാഹുവേ എന്നോട് കരുണ കാണിക്കണേ. വആഫിനി, എനിക്ക് സുഖം തരണേ, എനിക്ക് സൗഖ്യം തരണേ. എന്റെ മക്കളിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ ഭാര്യയിൽ, എന്റെ ജോലിയിൽ, എന്റെ ജീവിതത്തിന്റെ എല്ലാ ചുറ്റുപാടുകളിലും, എന്റെ ശരീരത്തിൽ, എന്റെ കണ്ണിലും, എന്റെ കാതിലും, എന്റെ ഹൃദയത്തിലും. വആഫിനി, ആഫിയത്ത് നൽകണേ അല്ലാഹ്, സൗഖ്യം നൽകണേ, സുഖവും സന്തോഷവും നൽകണേ അല്ലാഹ്. വർസുഖ്നി, എനിക്ക് നല്ല ഉപജീവനം നൽകണേ അല്ലാഹ്, ഹലാലായ ത്വയ്യിബായ സന്തോഷകരമായ ഉപജീവനം എനിക്ക് നീ നൽകണമേ അല്ലാഹ് എന്ന പ്രാർത്ഥന നിർവഹിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന നാം പതിവാക്കുക. 4 കാര്യങ്ങൾ ദീനും ദുനിയാവും നമുക്ക് നേടിത്തരുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. നിന്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാഹ്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്, ഓർമ്മപ്പെടുത്തിയവരുണ്ട്. അവരുടെ എല്ലാം വിഷമം അറിയുന്ന അല്ലാഹുവേ, അവർക്ക് ശിഫയും ശമനവും സൗഖ്യവും ആരോഗ്യവും ആയുസ്സും നീ നൽകണം റഹ്മാനെ. കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നൽകണം റഹ്മാനെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹുകളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണം യാ അല്ലാഹ്. മക്കളിലൂടെ പരീക്ഷിക്കപ്പെടുന്ന ദമ്പതികൾക്ക് അതിൽ നിന്ന് മോചനവും ആശ്വാസവും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.